രണ്ടു ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ കൊല്ലങ്കോട് മാഞ്ചിറയിൽ 20ഓളം വീടുകളിൽ വെള്ളം കയറി. കൊല്ലങ്കോട് മുതലമട പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ബിസ്മി നഗറിലാണ് മഴക്കെടുതി രൂക്ഷമായത്. വീടുകളിൽ വെള്ളം കയറിയതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. വീടുകളിലെ ശുചിമുറികളിൽ ഉൾപ്പെടെ വെള്ളം കയറിയതോടെ കുടുംബങ്ങൾക്ക് വലിയ പ്രയാസമാണ് നേരിടേണ്ടി വരുന്നത്. മഴ തുടർന്നാൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് പ്രദേശത്ത് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മഴവെള്ളം സ്വാഭാവികമായി ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് റോഡ് നിർമ്മാണം നടത്തിയതെന്നും ഇതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് വീടുകളിലേക്ക് വെള്ളം കയറുകയാണെന്നുമാണ് പരാതി. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് കൊല്ലങ്കോട് പഞ്ചായത്ത് അധികൃതരും വാർഡ് മെമ്പറും മുതലമട പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. 2 പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായതിനാൽ പ്രശ്നപരിഹാരത്തിന് അധികൃതർ സംയുക്തമായി ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 15 വർഷത്തോളമായി 20 കുടുംബങ്ങൾ മേലെ ഈ ബിസ്മി നഗറിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാർച്ച് വരയ്ക്ക് ഞങ്ങൾക്ക് ഈ വള്ളം ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാർച്ചിൽ മുതലമട പഞ്ചായത്തിലെ 20-ാം വാർഡ് ബിസ്മി നഗറിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1 മാസത്തിന് കോൺക്രീറ്റ് പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ കോൺട്രാക്റ്റിൻ്റെ അടുത്തും റോഡ് എഞ്ചിനീയറുടെ അടുത്തും പോയി ഇന്നമാതിരി ഞങ്ങൾക്ക് ഇവിടെ ഡിപ്യൂട്ടി തരണം, അല്ല പറഞ്ഞാൽ വെള്ളം മേലെ വരുന്ന വെള്ളം ചവിട്ടിക്ക് ഒഴിഞ്ഞു പോകില്ല എന്നുള്ളത് അവർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞു. പിന്നെ മെറ്റൽ വിരിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അവർ അപ്പോഴും ചെയ്തുതരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളപ്പോൾ അവരിൻ്റെ ഉദ്ദേശം ശരിയല്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ രേഖാമൂലം പരാതി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ പഞ്ചായത്തുകാർ ചെയ്തുതരാമെന്ന് തന്നെയാണ് പറഞ്ഞത്. ശരിയാക്കാൻ പറഞ്ഞ് പണി നിർത്തിവെച്ചു. ഒരു 1.5 മാസത്തോളം പണി നിർത്തിവെച്ച ശേഷം വീണ്ടും അവർ വന്ന് റോഡ് ഇട്ടു. അപ്പോൾ ഞങ്ങളൊക്കെ ഡ്യൂട്ടിക്ക് പോയി, ഞങ്ങളാരും ഉണ്ടായിരുന്നില്ല. അവർ റോഡ് ഫുൾ നല്ല ഹൈറ്റ് കൂട്ടിയിട്ട് റോഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ കളക്ട്രേറ്റിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കളക്ട്രേറ്റിൽ നിന്ന് തിരിച്ച് ഇവിടേക്കും ഒരു പരാതി അവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരെയ്ക്ക് അവർ ഞങ്ങൾ ഭരണസമിതി തീരുമാനിച്ചു, ഞങ്ങൾ ചെയ്തുതരാ പറഞ്ഞിട്ട് മാസം 5-6 ചെയ്തു തന്നിട്ടില്ല. അത് കാരണം ഇവിടുത്തെ ഒരു 10-20 കുടുംബങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കടക്കം അവരുടെ കുടുംബങ്ങളിൽ അടുത്ത വീട്ടിൽ സ്വന്തക്കാരുടെ വീട്ടിൽ പോയിട്ടാണ് ചെയ്തിട്ട് വരുന്നത്. മഴ ആകെ 2 ദിവസമായി പെയ്തിട്ടുള്ളൂ. ഇനി കൂടുതൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ദുരിതത്തിലാവും. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനായി ആവശ്യമായ സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്ന് വാർഡ് മെമ്പർ വിജിത സഹദേവൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ പ്രളയം വന്നപ്പോൾ പോലും വെള്ള തടസ്സമൊന്നും ഇല്ലാതിരിക്കുന്ന റോഡില്ലെങ്കിൽ പോലും ഇവർക്ക് യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തൊട്ടടുത്തുള്ള നമ്മുടെ മുതലമട പഞ്ചായത്ത് റോഡ് ഹൈറ്റ് കൂട്ടിയതിൻ്റെ പേരിൽ വെള്ളം മുഴുവനും വരുന്നത് ഈ കൊല്ലങ്കോട് പഞ്ചായത്തിലെ വീടുകൾക്കാണ് കയറിപ്പോകുന്നത്. ഇതിൽ 3-4 വീടുകൾക്ക് മുഴുവനും വെള്ളം കയറിയിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതുവരെ കാലവർഷം നന്നായി മഴ പെയ്യാത്തത് കൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് ഇവരുടെ വീടുകളിൽ വെള്ളം കയറി ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റാതെ ഇവർ പുറത്ത് പോയിട്ടാണ്, അവരുടെ റിലേഷൻ്റെ വീട്ടിൽ പോയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ട് വരുന്നത്. അവിടെ തൊട്ടടുത്തുള്ള അവിടെ ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൊണ്ടുണ്ട്. അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്തത് കൊണ്ടും അവർ അവരുടെ ബന്ധുവിൻ്റെ വീട്ടിലാണ് പോയിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലങ്കോട് പഞ്ചായത്തിൽ നിന്നും മുതലമട പഞ്ചായത്തിലേക്ക് ലെറ്റർ കൊടുക്കുകയും അവരിതിനൊരു പരിഹാരം ചെയ്തു തരാമെന്ന് പറഞ്ഞതാണെങ്കിൽ പോലും ചെയ്തു തരാമെന്നുള്ളതല്ലാതെ യാതൊരു നടപടിയും ഇന്ന് വരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ആവശ്യം നമ്മൾ ഉന്നയിച്ചുകൊണ്ട് എല്ലാ ആളുകളും കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടി മുതലമട പഞ്ചായത്ത് എടുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത്. UTV ന്യൂസ് പാലക്കാട്.